പ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോൾ ഹെഡ് ഷേവ് ചെയ്യാം, ഭയങ്കര കോമഡി ആയിരുന്നു അത്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അയാളുടെ അപ്പിയറൻസ് നമുക്ക് മുടി ഷേവ് ചെയ്ത് കളയാം. കഥ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് സജഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഷേവ് ചെയ്യാം, മുടി ഷേവ് ചെയ്ത് കളയാം, എന്നിട്ട് നമുക്ക് താടിയും മീശയും വയ്ക്കാം, നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ സാറേ ഞാൻ പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു മനുഷ്യൻ നിങ്ങളിത് കേൾക്ക്. എന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്ക് അവള് പറഞ്ഞു ശരിയാവില്ല ചെയ്യാൻ ഭയങ്കര ബോറാണ്. ഞാൻ പറഞ്ഞു എന്നാൽ ശരി അത് വിട്ടേക്കാം. അപ്പം ഞാനും വൈഫും കൂടി നൈറ്റ് ഡ്രൈവിന് പോവാം. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ സജഷൻ പറഞ്ഞു നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ, വെറുതെ മണ്ടത്തരൊന്നും പറയില്ല, ഭയങ്കര ബോറായിരിക്കും. ഒരു നായകൻ മുട്ടയടിച്ച് താടിയും മീശയും മാത്രം ഇതെന്ത് വലിയ തീവ്രവാദി ലുക്കായി പോകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, കാരണം ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പക്ഷെ എനിക്ക് ഇയാളെ ഇങ്ങനെ അല്ലാതെ വേറെ കാണുമില്ല. ഫസ്റ്റ് ഇയാളുടെ ഒരു പള്ളിയിലെ സീനൊക്കെ വന്നെന്ന് പറഞ്ഞു. എനിക്ക് അയാളങ്ങനെ എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ട് എനിക്കറിയില്ല, എൻ്റെ ഉള്ളിലെ ശരി ഇതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഷേവ് ചെയ്യും, പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിൽക്കുക എന്തെങ്കിലുമൊക്കെ വെച്ച്. മനസാക്ഷിയാണല്ലേ നമ്മൾ ഏറ്റവും വലിയ വിജയം. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് ശരി തോന്നി. അതെ, രണ്ട് ശരികൾ വരുമല്ലോ എല്ലാവർക്കും. അതെ, ചിന്തകൾ എപ്പോഴും രണ്ട് രീതിയിൽ വരും. എസിന്റെ രീതിയിലും വരും, നോയിന്റെ രീതിയിലും വരും അല്ലേ. അത് ഇൻറ്റ്യൂഷൻ ന്യായീകരണങ്ങൾ കൊണ്ടുവരില്ല, മറ്റേതിന് ന്യായീകരണങ്ങൾ ഉണ്ടാവും. കാരണം ഇതാണ് ശരി, മറ്റേത് എടാ നീ അത് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യായീകരണങ്ങൾ എക്സ്പ്ലനേഷൻസ് ഒരുപാടുണ്ടാവും. ഇത് എക്സ്പ്ലനേഷൻ ഇല്ല, ഇതാണ് ശരി എന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ട് വന്നതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭയങ്കര റിസ്ക് ആണ്. മുടി ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? പക്ഷെ എന്താ ദൈവാനുഗ്രഹിച്ച് അതല്ല, വളരുക എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. അപ്പിയറൻസ് വെക്കുക. ഞാൻ ലൊക്കേഷനിൽ ചെന്നിരുന്നിട്ടല്ലേ ചെയ്യണേ, ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്യേണ്ട ആളാണ്. നാളെ ആലോചിച്ച് നോക്കൂ, അതല്ല നമ്മൾ വീഡിയോ ഇട്ടിരുന്നല്ലോ, പ്രേത പ്രമോഷന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ്. അത് സംവിധായകൻ നമുക്ക് തന്നിട്ടുള്ള കോൺഫിഡൻസും ഞാൻ സംവിധായകന് കൊടുത്തിട്ടുള്ള കോൺഫിഡൻസും.